ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. SIT തലവൻ SP ശശിധരൻ കോടതിയിലെത്തി. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ പ്രതി ചേർത്തുള്ള റിപ്പോർട്ടാണ് കോടതിക്ക് കൈമാറിയത്. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ പരിശോധനയ്ക്ക് SIT സംഘം വീണ്ടും സന്നിധാനത്തെത്തി. വിപിൻ C വിജയനൊപ്പം തന്നെ സലിം മാലിക് വിശദാംശങ്ങളുമായി. ആദ്യം സലിം മാലിക്കിലേക്കാണ്. സലിം, വീണ്ടും പരിശോധനയ്ക്കായി സന്നിധാനത്തേക്ക് എത്തുകയാണ് SIT സംഘം. അവരുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇതിനോടകം തന്നെ ചില ചോദ്യം ചെയ്യലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഈ നീക്കം? അനുജ, ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പരിശോധനയ്ക്കായി എത്തുന്നത്. മുൻപ് 2 തവണയും എത്തിയിരുന്നത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണമോഷണവും അന്വേഷിക്കാനാണെങ്കിൽ ഇത്തവണ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അന്വേഷണ സംഘം സന്നിധാനത്തേക്ക് എത്തി. ഒരു CA ഉൾപ്പെടെയുള്ള 3 ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. വളരെ വേഗത്തിൽ തന്നെ പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങും. നിലവിൽ ഈ മൂന്നാം തവണത്തെ പരിശോധനയുടെ അടിസ്ഥാനം നിലവിൽ കസ്റ്റഡിയിലുള്ള സുധീഷ് കുമാറിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന്റെ മൊഴികളിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ ചോദിച്ചറിയുക, ഒപ്പം രജിസ്റ്റർ പരിശോധിക്കുക തുടങ്ങിയവയാണ്. ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ കൊണ്ടുപോയപ്പോഴുള്ള സ്വർണത്തിന്റെ അളവ് അത് കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നേരത്തെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നു. അതിൽ ഈ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വ്യക്തത തേടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിശോധനയുടെ ഉദ്ദേശം. മാത്രമല്ല, കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതിലെ നിർണായകമായ ഒരു സ്റ്റെപ്പാണ് നിലവിൽ നടക്കുന്ന സന്നിധാനത്തെ പരിശോധന. നേരത്തെ തന്നെ മുൻ ബോർഡ് അംഗം കൂടിയായ N വിജയകുമാറിനെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. ഒപ്പം തന്നെ നേരത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ, നിലവിൽ സസ്പെൻഷനിലുള്ള സുനിൽകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ സന്നിധാനത്തെ പരിശോധന നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുമൊക്കെ വീണ്ടും ഈ കസ്റ്റഡിയിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഈ രേഖകൾ പരിശോധിക്കുകയും രജിസ്റ്ററുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും അക്കാലത്തെ ഇടപാടുകൾ, മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കട്ടളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പവും അല്ലാതെ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലുമൊക്കെ ഇപ്പോഴും ഗൗരവത്തിലുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനുമുള്ളൊരു ഘട്ടം എന്ന നിലയിൽ കൂടിയാണ് സന്നിധാനത്തെ പരിശോധനയെ SIT ഇപ്പോൾ കാണുന്നത്. അനുജ, അതാണ്, അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വിപിൻ C വിജയൻ അതിന്റെ വിവരങ്ങളുമായിട്ട്. വിപിൻ, വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് അത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. N വാസുവിനെ പ്രതി ചേർത്തിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ള പ്രാധാന്യം കൂടിയുണ്ട്. ഇനി കോടതി എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാകുന്നത്. എന്താണ് പ്രാധാന്യം? ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. H വെങ്കടേഷ്, SP ശശിധരൻ, ADGP H വെങ്കടേഷും SP ശശിധരനും കോടതിയിലെത്തി. അവർ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇടക്കാല അന്വേഷണ റിപ്പോർട്ടാണ് ഇത്. 2ാം റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ കോടതി വളരെ നിർണായകമായ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തവണയും കോടതി എന്ത് പറയും എന്നുള്ളതാണ് ഏറെ പ്രധാനം. വിപിൻ, വിശദാംശങ്ങൾ പറയൂ. അനുജ, ഇപ്രാവശ്യം അടച്ചിട്ട കോടതി മുറിയിലല്ല നടപടികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാധ്യമങ്ങൾ ഈ വിവരങ്ങൾ കൊടുക്കുന്നതിൽ വളരെ ജാഗ്രത പാലിക്കണം എന്നുള്ളത് അറിയിച്ചതിനൊപ്പം തന്നെ ഹൈക്കോടതി ഇത് അടച്ചിട്ട മുറിയിലാണ് കഴിഞ്ഞ ആദ്യത്തെ റിപ്പോർട്ട് പരിഗണിച്ചത്. പക്ഷേ അതിന്റെ വിവരങ്ങളൊന്നും തന്നെ ആ സമയത്ത് പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ആ രീതിയിലല്ല അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. ഒപ്പം ഈ ഒരു ഇടക്കാല റിപ്പോർട്ട് ഇതിന്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം, സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ചെയ്ത അവരെ ശേഷം N വാസുവിനെ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള ഒരു ഇടക്കാല റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ എവിടെയൊക്കെയാണ് ഇതിന്റെ പങ്ക്, ആ സ്വർണം പോയ വഴി എങ്ങനെയാണ്, അത് ബാംഗ്ലൂരിൽ ആർക്ക് കൈമാറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത ഇതിനോടകം തന്നെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കോടതിയുടെ ഒരു ഇടപെടൽ, ഒപ്പം തന്നെ അതിൽ പറയുന്ന ഓരോ കമന്റും വളരെ നിർണായകമായിരിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. ഇതിന് തൊട്ടു മുൻപ് ആദ്യത്തെ റിപ്പോർട്ട് പരിഗണിച്ച സമയത്ത് തന്നെ ഇതിൽ ദേവസ്വം ബോർഡിനെ വീഴ്ചപ്പറ്റി, അന്നത്തെ ദേവസ്വം ബോർഡിന് മാത്രമല്ല ഇപ്രാവശ്യം ആ കട്ടളപ്പാളികൾ എടുത്ത് വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തലടക്കം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പങ്ക് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളത് ഹൈക്കോടതി തന്നെ ഈ SIT നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. അതിന് ശേഷം വരുന്ന ഒരു ഇടക്കാല റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. ഒപ്പം N വാസുവിനെ ഇതിന്റെ ഒരു എന്ത് പങ്കാണ്
എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് ഈ സമർപ്പിക്കുന്നത്. 6 ആഴ്ചത്തെ സമയമായിരുന്നു ഈ SITക്ക് ഹൈക്കോടതി നൽകിയിരുന്നത്. അത് നീട്ടി നൽകണമെന്നുള്ള ആവശ്യം കൂടി ഒരു പക്ഷേ ഇന്ന് പരിഗണിക്കും. ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഏത് തരത്തിലുള്ള പങ്കാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൽ ഇപ്പോൾ ഒരു വ്യക്തത SITയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ വിവരങ്ങളിൽ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ കരുതുന്നത്. ഇപ്പോഴും ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ എന്താണ് ഇതിലെ ഇനിയുള്ള ഹൈക്കോടതിയുടെ നടപടികൾ എന്നതിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചും വ്യക്തത കൈവരും. അനുജ, അതാണ് SIT സംഘം 2ാം ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. കോടതി അത് പരിശോധിക്കുന്നു. എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഇത്തവണ അടച്ചിട്ട മുറിയിലല്ല നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. വിപിൻ സി വിജയൻ ഒപ്പം സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.